ഹലോ ഗൈസ്, അപ്പം നമുക്കിന്ന് കുളിക്കാൻ പോയാലോ? സോറി, കുളിക്കാനല്ല, വെള്ളച്ചാട്ടം കാണാൻ പോയാലോ? അപ്പോൾ എവിടെ പോയാലും നമുക്ക് ലിപ്സ്റ്റിക്ക് മുഖ്യമാണല്ലോ. അപ്പം ഞാൻ കുറേ വാരി ചുണ്ടി തേച്ചിട്ടുണ്ട്, പിന്നെ ഡ്രസ്സൊക്കെ എടുത്തു. 2 ദിവസമായിട്ടേ പ്ലാൻ ചെയ്യുവാണ് പോവാന്ന്. പക്ഷേ ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ചോദിച്ചത് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടോന്നാണ്. കാരണം ഞാൻ ഇടും, വെള്ളച്ചാട്ടം കാണാൻ പോകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. എങ്കിലും വെള്ളം പോയി ലിപ്സ്റ്റിക്ക് ഇട്ടു. ഒരു 11 മണിയായപ്പോഴേ ഞങ്ങൾ പോകാൻ ഒരുങ്ങുകയാണ്. പക്ഷേ ഞങ്ങൾ പോയതൊരു 3 മണിയായി. പിന്നെ നമ്മൾ 2 വണ്ടിയിലായിട്ടാണ് പോയത്. അതായത് ഉത്തമ, നമ്മൾ 2 വണ്ടിയിലാണല്ലോ പോയത്. അപ്പോൾ ഒരു വണ്ടി ഫ്രണ്ടിൽ ഒരു വണ്ടി ബാക്കിലാണല്ലോ വരുന്നത്. അതെങ്ങനെ ശരിയാവും? എനിവേ, പോയ വഴിയൊക്കെ അടിപൊളിയായിരുന്നു. ഫുള്ള് റബ്ബറും തോട്ടമായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പച്ചപ്പും ഹരിതാപം ഒക്കെ. ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നമുക്കിനി അവൻ്റെ ഫ്രണ്ടിനെയും കൂട്ടി വേണം പോകാൻ. അവൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ ഒരു വെള്ളച്ചാട്ടം. അങ്ങനെ ഞങ്ങൾ അവളെയും വിളിച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. പോകുന്ന വഴിയൊക്കെ കുറച്ച് കുന്നും കുഴിയൊക്കെ ആയിരുന്നെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് എത്തി. അങ്ങനെ 2 വണ്ടി വന്നിരുന്ന ഞങ്ങളുടെ ഒരു വണ്ടിയെ കാണുന്നില്ലായിരുന്നു. അങ്ങനെ അവിടെ വന്ന് വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് നമ്മളെയും കാത്ത് അവർ വേറെ ഏതോ റോഡിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെത്തിയ വിവരം അറിഞ്ഞ് അവരും തിരിച്ചു വന്നേ. എൻ്റെ മക്കളെ, അടിപൊളി സ്ഥലമാണ്. ഇൻസ്റ്റയിലൊക്കെ ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലേസാണ്. ഞാൻ കുറേ നാളായിട്ട് വരണം ഒന്ന് വാശി പിടിച്ചിരുന്നിട്ട് ഇന്നാണ് എനിക്കൊന്ന് വരാൻ പറ്റിയത്. കുറച്ച് കാത്തിരുന്ന് കിട്ടുന്ന സുഖം ഒന്ന് വേറെയാണല്ലോ. നാട്ടിലാണെങ്കിലും റോഡിലാണെങ്കിലും ഞങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ സ്നേഹിക്കും. അതേപോലെ തന്നെ ഞങ്ങൾക്ക് വഴക്കിടാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ പരിസരം മറന്ന് വഴക്കിടാറുണ്ട്. ഇതൊക്കെയല്ലേ ഒരു രസം. ഇന്ന് ഞാൻ വണ്ണം കൂടിയതിൻ്റെ വിഷമം എനിക്ക് നല്ലപോലെ വന്നു. കാരണം പണ്ട് വണ്ണം കുറഞ്ഞിരുന്ന സമയത്ത് ഈ പാറക്കെട്ടുകളിലൂടെയും അതേപോലെ തന്നെ ഈ ചാടുന്ന സംഭവമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പം വണ്ണം ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് ഇതിൽ കൂടെ ഇറങ്ങാനായിട്ട്. അവന് പതുക്കെയാണ് ഇറങ്ങുന്നത്. വീണ് കഴിഞ്ഞാൽ തീർന്ന്. അറിയാമല്ലോ, ഫുള്ള് പാറകളാണ്. എവിടെയെങ്കിലും തലയിടിച്ച് കഴിഞ്ഞാൽ ചത്ത്. അവിടെ നിന്നിട്ട് എല്ലാവരോടും വരാൻ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പതുക്കെയാണ് ഇറങ്ങിയത്. കാരണം കല്ലൊക്കെ ആയതുകൊണ്ട് കാല് മുറിയും. എനിക്ക് നന്നായിട്ട് ഒരെണ്ണം കിട്ടുകയും ചെയ്തു. അതിൻ്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ലേ. അങ്ങനെ വെള്ളത്തിനകത്ത് ഇറങ്ങി. നല്ല തണുപ്പായിരുന്നു. എൻ്റെ അമ്മോ, അടിപൊളി തണുപ്പായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ് ഈ വെള്ളം എവിടെ നിന്നാണ് വന്നതെന്നൊക്കെ. അപ്പോൾ വലിയ വെള്ളം ഇല്ലായിരുന്നു. അവൾ പറയുമായിരുന്നു മഴ സമയത്താണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങാനേ പറ്റില്ല, ഈ പാറകളൊന്നും നമുക്ക് കാണാനേ പറ്റില്ല എന്നവൾ പറയുമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കോരി അവൻ്റെ ദേഹത്ത് ഒഴിക്കുകയാണ്. അപ്പോൾ ഇനി വഴക്കും പറഞ്ഞു പോട്ടെ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കൂടെ കുത്തി അങ്ങ് തറയിലിരുന്ന് മീനെ പിടുത്തുമായിരുന്നു. എനിക്ക് ഒന്നും കിട്ടിയില്ല. പക്ഷേ അപ്പോൾ ഒരെണ്ണത്തിനല്ല 2 എണ്ണത്തിന് പറക്കരുത്. അത് സച്ചോണനാണെങ്കിൽ അതിൻ്റെ വെള്ളം അഴുക്ക് കളയാനായിട്ട് എടുത്തപ്പോഴത്തേക്കും ആ മീനങ്ങ് ഓടിയും പോയി അവളുടെ വായിരിക്കുന്ന മൊത്തം ഉണങ്ങിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും മീനെ പിടിക്കാൻ തുടങ്ങി. കൈ വെച്ച് പിടിക്കുന്ന നല്ല പാടാണെന്നല്ലോ. ഞങ്ങളത് പറയുകയും ചെയ്തു, വീട്ടിൽ നിന്ന് വല്ല തോർത്ത വല്ല എടുത്തോണ്ട് വരേണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ വരുമ്പോൾ ആവട്ടെ. ഞാൻ കുറേയൊക്കെ നോക്കി, എങ്കിലും ഒന്നും കയ്യിൽ വരുന്നില്ല. 3-4 എണ്ണം കയ്യിൽ വന്നിട്ട് ചാടിപ്പോയായിരുന്നേ. ഇവിടുത്തെ മീനൊക്കെ ആണെങ്കിൽ മറ്റേ ഫിഷ് സ്പാ ചെയ്യുന്ന മീൻ വരെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കാലങ്ങോട്ട് വെച്ച് കൊടുത്തതിന് കാല് കൊത്തി ഇങ്ങനെ ഇരിക്കുക, നല്ല രസമുണ്ടായിരുന്നേ. പിന്നെ അവിടെ ഇരുന്ന് കുറേയൊക്കെ തപ്പി പറയെങ്കിലും ഒന്നും കിട്ടിയില്ല. പിന്നെ അവിടെ കുറേ പിള്ളേരൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ. അവിടുന്ന്